താലി രചനാവതരണം നന്ദു കൃഷ്ണ. ദേവി, എടോ ആരോ വാതിൽ തട്ടുന്നുണ്ട്. താൻ പോയി ഒന്ന് തുറന്നേ. കുറെ നേരമായി കഥകൾ മുട്ടാൻ തുടങ്ങിയിട്ട് തുറന്നില്ല. സതി അന്നേരം മുതൽ ആ കസേരയിൽ കണ്ണുമടച്ചിരുന്നതാണ്. മനസ്സ് കൈപ്പിടിയിൽ നിൽക്കാതെ വരുമ്പോൾ ഇത് പതിവാണ്. കുറെ നേരം കണ്ണുമടച്ച് ഇങ്ങനെ ഇരിക്കും. ഒരു തരം മെഡിറ്റേഷൻ. ദേവി, ഇതിപ്പോ കുറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഞാൻ എന്തായാലും പോയി വാതിൽ തുറക്കാൻ പോവുകയാണ്. ഇനിയും തുറന്നില്ലെങ്കിൽ പിള്ളേര് പേടിക്കും. ഇപ്പൊ തന്നെ ആ കൊച്ചി എത്ര തവണ വന്ന് വിളിച്ചു നോക്കിയെന്നോ. ഉള്ളിലുയർന്ന വെപ്രാളം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ ഒന്ന് നോക്കി അയാൾ പോയി വാതിൽ തുറന്നു. നിവിയാണ്. പിന്നിലായി മിത്തുവും മോളും. നീലൻ അവർക്കായി വാതിലൊഴിഞ്ഞു കൊടുത്തു. നിവി അകത്തേക്ക് കയറി. ഒപ്പം അവരും. സതിയെ കണ്ടതും കുഞ്ഞോടിപ്പോയി മടിയിൽ കയറിയിരുന്നു. പിന്നെ ആ മുഖം അല്പം താഴ്ത്തി കുറെ ഉമ്മകൾ കൊടുത്തു. ഇപ്പൊ സന്തോഷമായോ അച്ചമ്മേ? അച്ചമ്മ എപ്പോഴും ഹാപ്പിയാണല്ലോ കുഞ്ഞുട്ടി. തുളുമ്പി വന്ന കണ്ണുകൾ തോളും കൊണ്ട് തുടച്ച സതി മോളെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളുമായി മാറി മാറി ഉമ്മ വെച്ചു. അമ്മ പാവല്ലേ അച്ചമ്മേ? അതേലോ, മോളുടെ അപ്പ ഒരുപാട് പാവമാണ്. അതുകൊണ്ട് തന്നെ തല്ലികൊള്ളു തരം കുറച്ചൊന്നുമല്ല അവളുടെ കയ്യിൽ. കുഞ്ഞാറ്റിയെ കൊഞ്ചിച്ചുകൊണ്ട് തന്നെ സതി മറ്റുള്ളവരെ നോക്കി പറഞ്ഞു നിർത്തി. അവര് പറഞ്ഞതിലെ കാര്യവും കാര്യക്കേടും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരുന്നവൻ അവർക്കരികിൽ വന്ന് കസേരയിൽ പിടിച്ച് മുട്ടുകുത്തി നിലത്തിരുന്നു. അമ്മേ, അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മോൻ എന്തെങ്കിലും പറയാൻ വരുന്നതെങ്കിൽ ഇനിയും അമ്മയുടെ മുന്നിൽ നീ താഴ്ന്നു പോവും നിവി. എനിക്കറിയാം എന്റെ മകളെ. അവളിലെ തെറ്റും ശരിയും എന്നോളം അടുത്തറിയുന്ന വേറെ ആരുണ്ട് മോനെ? മങ്ങിയ ചിരിയോടെ ആ കണ്ണിലേക്ക് നോക്കിയവർ. അവിടെയും പ്രകാശം നഷ്ടമായി തന്നെയാണുള്ളത്. പക്ഷേ അത് താൻ കണ്ടുപിടിക്കരുതെന്ന് കരുതിയാവും അവൻ പെട്ടെന്ന് കണ്ണിൽ നിന്നും നോട്ടം മാറ്റിയത്. അങ്ങനല്ലമ്മേ ശ്രീകുട്ടി, അവൾക്ക് ഞാൻ എങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക? നിവിക്ക് സ്വന്തം നിസ്സഹായ അവസ്ഥയിൽ നാണക്കേട് തോന്നി. നിർത്ത് നിവി. ഇത്രയും കാലം അവളുടെ ഓരോ പ്രവർത്തിക്കും പിന്നിൽ എന്തോ വലിയ കാരണമുണ്ടെന്ന് പറഞ്ഞാണ് നീ ഞങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയത്. അതെന്താണെന്ന് 1000 തവണ ആവർത്തിച്ച് ഞങ്ങൾ ഓരോരുത്തരും നിന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും നീ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പറയാൻ പറ്റില്ലെന്ന് നീ തീർത്തു പറഞ്ഞു. പക്ഷെ അന്ന് നീ ഞങ്ങളുടെ വാക്ക് തന്നിരുന്നു, പ്രശ്നം എന്തു തന്നെയായാലും അത് നീതിയായി പരിഹരിക്കുമെന്ന്. എന്നിട്ട്? അറിയാം അമ്മേ, ഒക്കെ എന്റെ തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. സർവവും നഷ്ടമായവനെ പോലെ നിലത്തേക്ക് അവൻ പടച്ചിരുന്നു. ആ മുഖം സതിയെ മാത്രമല്ല മിത്തുവിന്റെയും നീലന്റെയും മനസ്സിനെ വല്ലാതെ നോവിച്ചു. നിവി, നീ ഇങ്ങനെ തകരാൻ വേണ്ടിയല്ല അമ്മ പറഞ്ഞത്. പക്ഷെ എല്ലാത്തിനും ഒരു തീരുമാനം വേണം മോനെ. ഇനിയും ഇങ്ങനെ ഒന്നിനെയും ഇഴച്ചിടരുന്ന്. നിങ്ങളുടെ ജീവിതമാണ്. അത് നല്ലതായി കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപോലെ ശ്രമിച്ചാലേ പറ്റൂ. നിങ്ങളുടെ ഇടയിലെ വെറുപ്പിനും വാശിക്കുമുള്ള കാരണങ്ങൾ മറ്റാർക്കും അറിയില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പുറത്തൊരാൾ വന്ന് കേട്ട് പരിഹരിക്കുന്നതിലും നല്ലത് നിങ്ങളെ അത് പരിഹരിക്കുന്നതാണ്. ശ്രീമോൾ ഇപ്പൊ വീട് മാറാമെന്നുള്ള തീരുമാനത്തിലാകും എത്തിയിട്ടുണ്ടാവുക അല്ലേ? നിവി ഒന്ന് ഞെട്ടി സതിയെ നോക്കി. ഈ ഒരു കാര്യം പറയാനാണ് അവൻ താഴേക്ക് വന്നത് തന്നെ. പക്ഷെ എങ്ങനെ ഇത് അവതരിപ്പിക്കും എന്ന് പേടിച്ചു. അതേസമയം ഇപ്പോ അതേ കാര്യം വളരെ ഈസിയായി അമ്മ ഇങ്ങോട്ട് പറയുന്നു. അവൻ അച്ഛനെയും മിത്തുവിനെയും നോക്കി. മിത്തുവിൽ കേട്ട കാര്യത്തിന്റെ ഞെട്ടലുണ്ട്. പക്ഷെ അച്ഛൻ, അവളുടെ അച്ഛനും അമ്മയല്ലേ, മകളെ അറിയാതെ തരമില്ലല്ലോ. അവനൊന്ന് നിശ്വസിച്ചു. നിവി സതിയെ ശരിവെക്കും പോലെ തലയൊന്നാട്ടി എഴുന്നേറ്റു. ഇന്ന് തന്നെ ഇറങ്ങാനാണോ പ്ലാൻ? വീടൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ. ആയില്ലെങ്കിൽ ചിലപ്പോ എന്റെ വീട്ടിലേക്ക് പോകുമായിരിക്കും. അവൾ പറഞ്ഞോ? നിവി, അമ്മ ഒരു അഭിപ്രായം പറയട്ടെ? പറഞ്ഞു അമ്മേ. മോൻ വാടകയ്ക്കൊരു വീട് നോക്കുന്നതാണ് നല്ലത്. തൽക്കാലം കുടുംബത്തേക്ക് പോകണ്ട നിങ്ങൾ. അതമ്മേ, ഞങ്ങൾ ഒറ്റയ്ക്ക് കുഞ്ഞുണ്ണി എങ്ങനെ നോക്കും? അവൾക്കാണെങ്കിൽ പഠിക്കാനും പ്രോജക്ട് സബ്മിഷനും ഒരുപാടുണ്ട്. ഞാനും രാവിലെ ജോലിക്ക് പോവും. അപ്പൊ പിന്നെ വീട്ടിലാവുകയാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടത്തിയും ഒക്കെ ഉണ്ടല്ലോ. മോന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരികയില്ല. അതുകൊണ്ട് തന്നെയാണ് പോകണ്ടെന്ന് പറഞ്ഞത്. സതി അവനെ നോക്കിയൊന്ന് ചിരിച്ചു. നിവി മനസ്സിലാവാത്ത പോലെ അവരെ ഒരു നിമിഷം നോക്കി. ഒരുപാട് പേര് ചുറ്റുമുണ്ടെങ്കിൽ നീ പിന്നെയും അവൾക്ക് കാണാമറയത്തായി പോകും നിവി. അതുകൊണ്ട് ഇനി പോകുന്നിടത്ത് നിങ്ങൾ മാത്രം മതി. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും മാത്രം. മനസ്സിലായോ? സതി എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നതിന്റെ ഏകദേശ രൂപം നിവിക്ക് കിട്ടിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ചോദ്യ ഉത്തരങ്ങളൊന്നും വന്നില്ല. അപ്പൊ മോൻ വാടകയ്ക്കൊരു വീട് കിട്ടുമോ നോക്ക്. ശരി അമ്മേ, പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവനെ സതി പിടിച്ചു നിർത്തി. നിവി, ഒരു കാര്യം കൂടെ. ആ വാക്കുകളിലെ ഗൗരവം പറയാൻ പോകുന്ന കാര്യം എത്രത്തോളം വലുതാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിനായിരുന്നു. നിവി, ഇത് ശരിക്കും നിനക്കും അവൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്.
ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ മോൻ അവളുടെ ജീവിതത്തിൽ നിന്ന്. സാദി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ നിവി ഓടി വന്ന് അവരുടെ കൈ കൂട്ടിപ്പിടിച്ചു. പ്ലീസ് അമ്മേ, ഇങ്ങനൊന്നും പറയല്ലേ. അവളില്ലാതെ അമ്മ ഞാൻ ഒക്കെ ശരിയാക്കിക്കോളാം. പ്ലീസ് അമ്മേ, അമ്മ ഇങ്ങനൊന്നും പറയല്ലേ. അവളുടെ ഉള്ളിൽ കുറെ സങ്കടങ്ങളാണ്. അത് മാറ്റിത്തീരുന്ന പ്രശ്നമേ ഞങ്ങൾക്കിടയിലുള്ളൂ. അങ്ങനെയല്ല നിവി. നീലൻ അവന്റെ തോളിൽ പിടിച്ച് തിരികെ നിർത്തി. മോനെ, സ്നേഹം ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് ദാമ്പത്യത്തിന് മനോഹാരിത. അതല്ലാതെ ഒരാൾ മാത്രം സ്നേഹിക്കുകയും മറ്റൊരാൾ അതിൽ കഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് മുന്നോട്ട് പോകാതിരിക്കുന്നതല്ലേ രണ്ടുപേർക്കും നല്ലത്. നീയും അവളും രണ്ടുപേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അതുപോലെ കുഞ്ഞുണ്ണി അച്ഛന്റെയും അമ്മയുടെ സ്നേഹം ഒരുപോലെ അനുഭവിച്ചു വളരണമെന്ന് ഒരുപക്ഷെ നിന്നെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളും. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ. അത് വേണ്ട. അത് ഇങ്ങനെ മുന്നോട്ട് പോയാലും ശരിയാവില്ല. അതുകൊണ്ട് ഈ ഒരു മാറ്റം നിങ്ങളുടെ സന്തോഷത്തിന്റെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ അങ്ങനെയേ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സതിയും നീലനും ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു അത്. ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ പിടിച്ചു നിർത്തി ഇനിയും അവരുടെ വ്യക്തിജീവിതങ്ങൾ നശിപ്പിക്കേണ്ട എന്നുള്ളത്. ഇതൊരു അവസാന പരീക്ഷണമാണ്. അന്നുച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ ഒഴികെ മറ്റാരും ആഹാരം കഴിച്ചില്ല. ശ്രീകുട്ടി രാവിലെ കയറിപ്പോയതിനു ശേഷം ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. മിത്തു ഇവിടുത്തെ കാര്യം പറയാനെന്നോണം ശ്രീയെ വിളിച്ചെങ്കിലും കോളേജിൽ അവള് രാവിലെ ചെല്ലുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അവൻ ഒരിക്കൽ മാത്രം ഫോൺ എടുത്ത് വഴക്ക് പറഞ്ഞു വെച്ചു. പിന്നെ കുറെ വിളിച്ചെങ്കിലും റിങ് പോയതല്ലാതെ അവൾ കോൾ എടുത്തില്ല. ഏകദേശം വൈകുന്നേരത്തോടെ വീട് റെഡിയായി. കൃത്യം 1 മണിക്കൂറിനുള്ളിൽ ശ്രീകുട്ടി സാധനങ്ങളുമായി താഴെയെത്തി. പുറകെ നിവിയും കുഞ്ഞും. ഹാളിൽ കൂടി നിൽക്കുന്നവരെ വകവെക്കാതെ ശ്രീകുട്ടി ബാഗുമായി നേരെ പോയി കാറിൽ കയറിയിരുന്നു. പിറകെ ഇറങ്ങിയ നിവി അവളെ ഒന്ന് നോക്കിയെങ്കിലും അത് ശ്രദ്ധിക്കാതെയാണ് അവള് പോയത്. ശ്രീകുട്ടി ഇറങ്ങിയെന്ന് കണ്ടതും സതിയും വിത്തുമൊക്കെ ഓടിപ്പോയി കുഞ്ഞുണ്ണി എടുത്ത് ഉമ്മൊക്കെയും താലോലിക്കുകയൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരുടെ കരച്ചിൽ കണ്ടാവും കുഞ്ഞുണ്ണിയും കരയാൻ തുടങ്ങി. നിങ്ങൾ എല്ലാരും ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചാണോ ഞങ്ങളെ യാത്രയാക്കുന്നേ? സന്തോഷത്തോടെ പോയിട്ട് വരാൻ പറയടാ കുഞ്ഞുണ്ണി നിന്റെ അച്ഛമ്മയോട്. കവിളിലെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചിരിയോടെ നിവി മിത്തുവിനെ സതിയമ്മയെ നോക്കി. മോനെ, ഒക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ, ടെൻഷനൊന്നും വേണ്ട. മോനെ, എപ്പോഴെങ്കിലും പറ്റില്ലെന്ന് തോന്നുവാണെങ്കിൽ അമ്മയെ വിളിക്കണം കേട്ടോ. അതുപോലെ 1-2 ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ടു തന്നിട്ട് വേണം ജോലിക്ക് പോകാൻ. അവള് ചോദിച്ചാൽ ഡേ കെയർ വല്ലതും ആണെന്ന് പറഞ്ഞാൽ മതി. കരഞ്ഞുകൊണ്ട് ഇതൊക്കെ പറയുന്നതിനിടയിലും കുഞ്ഞിന്റെ കൈവേളയിലും കാൽവേളയിലും ഒക്കെ ഉമ്മ കൊടുക്കുകയായിരുന്നു സതി. ഈ സമയം നീലൻ ശ്രീകുട്ടിയുടെ അടുത്തായിരുന്നു. ശ്രീമോളെ, അച്ഛൻ ഉണ്ട് കൂടെ കേട്ടോ. എപ്പോഴെങ്കിലും മോൾക്ക് പറ്റില്ലെന്ന് തോന്നിയാൽ ഒരു ഫോൺ കോൾ. അച്ഛൻ ഉണ്ടാകും നിന്റെ അരികിൽ. മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീലൻ ഓരോന്ന് പറയുമ്പോഴും അവൾ ഒരു വാക്ക് പോലും തിരിച്ചു മിണ്ടിയില്ല. എങ്കിലും താൻ ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസം അവൾക്ക് സ്വയം തോന്നി. അതാ സമയം എത്രത്തോളം തനിക്ക് ആവശ്യമായിരുന്നു എന്ന് അച്ഛനോട് സമ്മതിച്ചില്ലെങ്കിലും അവൾക്ക് സ്വയം അതറിയാമായിരുന്നു. നിവിയുടെ കോളേജിനടുത്താണ് വീട്. കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറിന്റെ. അവർ ഒരാഴ്ച മുന്നേ ലോങ് ലീവ് എടുത്ത് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയി. അതുകൊണ്ട് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പാത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സതിയമ്മ വീട് നോക്കാൻ പറഞ്ഞപ്പോൾ തന്നെ നിവി ടീച്ചറിനെ വിളിച്ച് തിരക്കി റെഡിയാക്കിയതാണ്. അത്യാവശ്യം വലിയൊരു വീടാണ്. ശ്രീകുട്ടിക്കും ഇഷ്ടമായെന്ന് തോന്നും. അഭിപ്രായമൊന്നും പറഞ്ഞു കേട്ടില്ല. പുതിയ സ്ഥലമായതുകൊണ്ടാവും കുഞ്ഞിന് ഭയങ്കര നിർബന്ധമായിരുന്നു. ആദ്യമൊക്കെ നിവി എടുക്കാൻ ചെന്നെങ്കിലും അവന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കില്ലെന്ന് വാശിയുള്ള പോലെ അവൾ എടുത്തുകൊണ്ട് നടന്നു. നേരം പോകെ പോകെ അവൾ കുഴഞ്ഞു. അതുകൊണ്ട് തന്നെ നിവി അല്പം ബലം പിടിച്ച് കുഞ്ഞിനെ എടുത്തപ്പോൾ ആ തവണ അവൾ തടഞ്ഞില്ല. സാധാരണ രാത്രി എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ആഹാരം കഴിക്കുന്ന കുഞ്ഞുണ്ണി അന്ന് വെറും പാല് കുടിച്ചു മാത്രമാണ് ഉറങ്ങിയത്. ഇതിനിടയിൽ വാങ്ങിക്കൊണ്ടുവന്ന പാഴ്സൽ ശ്രീകുട്ടി തുറന്നു കഴിച്ചു. പൊറോട്ടയും ബീഫും. 2 പൊറോട്ട എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കും മുന്നേ അവൾ ആ കവർ ഒന്നുകൂടി തുറന്നു നോക്കി. വേറൊരു പൊതി കൂടിയുണ്ട്. അത് കണ്ടതും അവൾ കഴിച്ചു തുടങ്ങി. കുഞ്ഞിന്റെ പാൽക്കുപ്പി എടുക്കാൻ വന്ന നിവി ഇത് കണ്ടിരുന്നു. എന്തോ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു സന്തോഷം അവനെ വന്നു മൂടി. മനസ്സിൽ സതിയമ്മ ഓടിയെത്തി. ശരിയാണ് അമ്മ പറഞ്ഞത്, അടുത്തുണ്ടെങ്കിൽ കരുതൽ അറിയാതെ വന്നുപോകും. ഏകദേശം കണ്ണിൽ ഉറക്കം പിടിച്ചപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. കോളല്ല, മെസ്സേജാണ്. നിവി കൈയെത്തി ഫോൺ എടുത്തു. ശ്രീയാണ്. ടുമോറോ 10 AM ബീച്ച് റോഡ്. പ്രതീക്ഷിച്ചിരുന്ന ഫോൺ വിളിയാണ്. ലേറ്റ് ആയോണ്ടാകും ഈയൊരു മെസ്സേജ്. നാളത്തോടെ അങ്ങനെ പലതിനും തീരുമാനമാകും. പലതിനും. നിവി ദീർഘനിശ്വാസം എടുത്ത് നടുക്കിടക്കുന്ന കുഞ്ഞിനെയും ശ്രീകുട്ടിയെ മാറി മാറി നോക്കി. അപ്പോ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാമേ. മനഃപൂർവ്വം സ്റ്റോറി വൈകിയതല്ല, പനിയായിരുന്നു. വോയിസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വോയിസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ കഥ ലേറ്റായത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.